അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഘട്ടങ്ങളിലായി ഒരു മുഅ്മിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇടയ്ക്കിടെ വരും. വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ബേജാറുകൾ മനസ്സിൽ അലട്ടുന്ന സമയത്ത് ആ ഒരു വിഷമത്തിൽ, ആ ഒരു ദുഃഖത്തിൽ, ആ ഒരു പ്രയാസത്തിൽ ടെൻഷൻ അടിച്ച് ജീവിതം കളയാതെ നമുക്ക് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയും അവിടുന്ന് ചൊല്ലിയ ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല പ്രയാസങ്ങൾ വന്നിറങ്ങിയാൽ, അവിടത്തേക്ക് വല്ല പ്രയാസം വന്നാൽ, വല്ല ബുദ്ധിമുട്ട്, വല്ല പ്രയാസം, വല്ല ബേജാറ് വന്നുകൂടിയാൽ അവിടുന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഒരു പ്രാർത്ഥന ധാരാളമായി ചൊല്ലണം. എന്നാൽ ഏത് പ്രയാസവും, ഏത് ബുദ്ധിമുട്ടും, ഏത് കുടുക്കും, ഏത് തടസ്സവും നീങ്ങിക്കിട്ടി സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് കടന്നു വരും. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അലട്ടുന്ന ആ ടെൻഷൻ, ആ ഒരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടി മനസ്സിന് സന്തോഷം ലഭിക്കും. അതേപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാർ അവരുടെ പ്രസവം നടക്കുന്നതുവരേക്കും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എത്ര കണ്ട് ചൊല്ലാൻ കഴിയുന്നുവോ ഈ ദുആഉൽ കർബ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്കുള്ള ആ ഒരു പ്രയാസം, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട്, പ്രസവ വേദന എന്നുള്ള ആ ഒരു വേദനയിൽ നിന്ന്, ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു തടസ്സവും നേരിടേണ്ടി വരാതെ തന്നെ സുഖകരമായി നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റും. എല്ലാ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, എല്ലാ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടും. ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രയാസവും ഏൽക്കേണ്ടി വരില്ല. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ് ദുആഉൽ കർബ്. ധാരാളമായി ചൊല്ലുക. മഹാന്മാർ പഠിപ്പിക്കുകയും ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മഹാന്മാർ നമുക്കവിടുന്ന് എത്തിച്ചു തന്ന വല്ലാത്ത അത്ഭുതമുള്ള ഒരു പ്രാർത്ഥനയാണ് ദുആഉൽ കർബ്. ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.